അത്യുന്നതങ്ങളിലെ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ള എല്ലാവർക്കും സമാധാനമാണ്. തന്നെ ആ പ്രതീക്ഷയുടെ പൊൻവെളിച്ചം കാണുവാൻ നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. 2025 നമ്മെ ഇപ്പോൾ നടക്കുകയാണ്. നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് ഈ പരിപാടി നമുക്ക് എല്ലാവർക്കും 2026 മനോഹരമാകട്ടെ എന്ന് ആശംസിക്കും. പ്രിയമുള്ളവരെ, ടാഗോർ പറഞ്ഞതുപോലെ പ്രകാശം മുന്നിലായിരിക്കുമ്പോൾ നിന്റെ നിഴൽ പിന്നിലായിരിക്കും. പ്രകാശം പിന്നിലായിരിക്കുമ്പോൾ നിന്റെ നമ്മളെ സംബന്ധിച്ച് വർഷം കടന്നു പോകുമ്പോൾ അപ്പോൾ കുട്ടികൾ ടി വി കാണില്ല. ടി വി കാണുമ്പോൾ അതിന്റെ ഇടയിൽ എന്റെ മോളും കേട്ട് ഞങ്ങളെ സ്കൂളിലെ പരിപാടി അങ്ങനെ കണ്ടു. നമ്മുടെ ഈ വിദ്യാലയം അവരുടെ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലാണ്. കൂടി മൗനമായിട്ട് നമ്മോട് പങ്കുവെക്കുകയാണ്. ഞാൻ അധികമായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. മാനേജർ ഉൾപ്പെടെ, മാഷ് ഉൾപ്പെടെ, പുതിയ മെമ്പർ ഉൾപ്പെടെ ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നെയ്ത്ത് മെമ്പർ മോഹസീന അവറുകളാണ്. അവരെ വിജയത്തിന് ശേഷം ആദ്യമായി പങ്കെടുക്കുന്ന ഒരു പൊതു അപ്പൊ അതിനെ ക്രിസ്മസിന്റെ വരവ് നമ്മളെ വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഈ മരം കൊച്ചുന്ന തണുപ്പ്, അതുപോലെ ധനുമാസ കുളിര്, ഇതെല്ലാം കാലാവസ്ഥ മാറ്റം വരുമ്പോൾ അത് ക്രിസ്മസിന്റെ വരവ് നമ്മളെ അറിയിക്കുകയാണ്. പ്രകൃതി ആഘോഷങ്ങളെ അറിയിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഓണമാണെങ്കിൽ ഓണക്കാലത്ത് പൂവുകൾ വിരിയും, പ്രകൃതി ഋതുഭേദങ്ങൾ മാറും. അത് ആഘോഷത്തെ പ്രകൃതി കൂടി അതിനെ എന്ത് ചെയ്യും, വരവേൽക്കുക. നമുക്കറിയാം, പെരുന്നാൾ ചന്ദ്രൻ നമ്മൾ കാണുമെന്ന് പറയും, ചന്ദ്രനെ കണ്ടു എന്ന് പറയും. അതൊക്കെ പ്രകൃതിയുടെ. അപ്പോൾ ആഘോഷങ്ങളെല്ലാം തന്നെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ വിഷുവായപ്പം എന്താണ്, കൊന്നകൾ പൂക്കും. കൊന്നയുടെ നമ്മൾ കൊറ്റയടിക്ക് കാണുമ്പോൾ കൊന്ന പിന്നെ ഉണങ്ങി കരിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വൃക്ഷങ്ങൾ നമുക്കറിയാം ഒരു ഇല പോലും ഉണ്ടാവില്ല. പക്ഷെ ആ സമയമാകുമ്പോൾ മഞ്ഞക്കുലകൾ ഇങ്ങനെ വരും. പൂക്കാതിരിക്കാൻ ഇരിക്കാവതില്ലേ, വിഷുക്കാലമല്ലേ കണിക്കുന്നയല്ലേ എന്നാണ് അയ്യപ്പ പണിക്കർ പാടിയത്. ആ കാലമാകുമ്പോൾ നമ്മൾ പൂത്തുപോകും. അതാണ് അതിൻ്റെ പ്രകൃതിയുടെ ഒരു നിയമമാണ്. അപ്പം അതുപോലെ ആ കാലഘട്ടത്തെ കൂടി ചിത്രീകരിക്കുന്നതാണ്. അതുപോലെ നമുക്കറിയാം, ആഘോഷങ്ങളുടെ സന്ദേശങ്ങളാണ്. ക്രിസ്തുദേവന്റെ സന്ദേശങ്ങൾ. ജനനം പോലും സന്ദേശമാണ്. പുൽക്കൂട്ടിലാണ്, കാലിത്തൊഴുത്തിലാണ് ജനനം. അതൊക്കെ സന്ദേശങ്ങളാണ്. അപ്പം എല്ലാം സന്ദേശങ്ങളാണ് തരുന്നത്. ഇപ്പം അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞു സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതൊക്കെ കാലാതീതമായ സന്ദേശങ്ങളാണ്. ഏത് കാലത്തും, ഇന്നും ഇന്നലെയും അല്ല പ്രസക്തി. ഇത് മനുഷ്യർ ഉള്ളിടത്തോളം കാലം, ഈ ഭൂമിയുള്ളിടത്തോളം കാലം പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെല്ലാം പ്രസക്തമാണ്, കാലാതീതമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ നിർവചനം തന്നെ മാറിയിട്ടുണ്ട്. ഒരു ധനികൻ എന്ന് പറഞ്ഞാൽ
വലിയ വലിയ ബംഗ്ലാവ്, വലിയ ആഡംബര കാറുകൾ, ശുഭപ്രതീക്ഷയോടുകൂടി ജീവിക്കുക. വരാനുള്ള കാലങ്ങളിൽ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക. ഉള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ യാത്ര ചെയ്യുക. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെയും പറയാതെയും കണക്ക് പറഞ്ഞും പറയാതെയും ഒക്കെ അതിന്റെ പ്രയാണം പൂർത്തിയാക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2025 നമ്മുടെ സമ്മതമൊന്നും വാങ്ങാതെ അവസാന ഇലയിൽ പൊഴിക്കുവാൻ വെറും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്.